ശ്രീ രാഹുൽ ഈശ്വർ, അൻവർ ഷാ പറയുന്ന ഇതാണ്, ഈ ആളുകളുണ്ടല്ലോ, ഈ പൗരത്വം കിട്ടുന്ന ആളുകൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ വന്ന് ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയുന്നവർ, അവർക്ക് ഇപ്പൊ ഇന്നലെ മുതൽ വെബ്സൈറ്റ് ഓപ്പൺ ആയല്ലോ, അങ്ങനെ കിട്ടുന്ന പൗരത്വം, അങ്ങനെ പൗരത്വം കിട്ടുന്നവർ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്നാണ് അൻവർ ചോദിക്കുന്നത്. ആയിക്കോട്ടെ ശരി രാഹുൽ, അഭയാർത്ഥികളല്ല ഇല്ലീഗൽ മൈഗ്രന്റ്, അനധികൃത കുടിയേറ്റക്കാർ. ആദ്യം തന്നെ നമ്മുടെ പരിശുദ്ധ റംസാൻ മാസത്തിന്റെ നോയമ്പ് തുടങ്ങുന്ന ദിവസമാണ്. നമ്മുടെ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും നല്ലൊരു റംസാൻ മാസം ആശംസിക്കുന്നു. വ്രതശുദ്ധികൾ ഉണ്ടാകട്ടെ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, CAA വേറെ, CAA NRC വേറെ. NRC CAA-ക്കെതിരെ പ്രതിഷേധം നടത്തിയതിനും പ്രക്ഷോഭം നടത്തിയതിന്റെയും ഭാഗമായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ആ സംഘടനയിൽ നിന്ന് 1-2 വർഷത്തോളം സസ്പെൻഷൻ ലഭിച്ച വ്യക്തിയാണ്. NRC CAA ശ്രീ പ്രശാന്ത് കിഷോർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് അതുകൊണ്ടുകൂടി ആയിരിക്കണം ഡിസംബർ 22, 2019 നമ്മുടെ പ്രധാനമന്ത്രി സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദിജി രാംലീല മൈതാനത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ NRC ഇംപ്ലിമെന്റ് ചെയ്യാൻ തനിക്ക് പ്ലാനില്ലെന്നും തന്റെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞത്. NRCയും CAAയും ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരുപക്ഷെ ചില ആശങ്കകൾ നമ്മുടെ സമൂഹത്തിനുണ്ടാകാം. അതിന്റെ ഒരു ക്രിട്ടിക്കൽ മിക്സ് അങ്ങനെയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ CAA മാത്രം വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു ഹിന്ദുവിനെയും ഒരു മുസ്ലിമിനെയും ഒരു ക്രിസ്ത്യാനിയെയും ഒരു സിഖിനെയും ഒരു വിശ്വാസിയെയും വിശ്വാസി അല്ലാത്തവനെയും ബാധിക്കുന്ന പ്രശ്നമല്ല. CAA ആകെ ആപ്ലിക്കബിൾ ആകുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു അടക്കമുള്ള അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം ബാധകമാവുന്ന ഒരു വിഷയമാണ്. പല ഇന്റലിജൻസ് ഏജൻസികളും പറയുന്നത് ഏകദേശം 30,000-ഓളം ആൾക്കാർക്ക് മാത്രം ഇഫക്റ്റ് ആകുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ്. ഇതാണ് അതിന്റെ വസ്തുത. രണ്ട്, ഗാന്ധിജി, സാക്ഷാൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി നമ്മുടെ പാർട്ടീഷനു ശേഷം അന്നത്തെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദുക്കൾക്കും സിഖുകൾക്കും നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ജോലി വരെ കൊടുക്കണം എന്നൊരു നിലപാട് അന്ന് തന്നെ ഉയർത്തിയിരുന്നു. അതായത് ഈ രാജ്യങ്ങളുടെ ചരിത്രപരമായ പശ്ചാത്തലവും അവിടുത്തെ നമ്മുടെ അടക്കമുള്ള പ്രശ്നങ്ങളും ഒക്കെ കാരണം ഈ പ്രത്യേക രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ഭൂരിപക്ഷ സമുദായമല്ലാത്ത മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് തീർച്ചയായും ഏതെങ്കിലും രീതിയിൽ സഹായം ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാര്യം നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷ രാജ്യം. അതുകൊണ്ട് ഇത്തരം രാജ്യത്തിലെ ആൾക്കാർക്ക് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു സഹായമോ സപ്പോർട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മൂന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെ ബാധിക്കില്ല. ഒരു മുസ്ലിം സഹോദരനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്. അതുകൊണ്ട് അൻവർ പറയുകയും ചെയ്തു അങ്ങനെ ആരുടെയും പൗരത്വം നഷ്ടപ്പെടുന്ന ഒന്നല്ല എന്ന്. പക്ഷേ അൻവർ ഷായ്ക്കുള്ള ഒരു എതിർപ്പ് എന്ന് പറയുന്നത് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു രാജ്യത്തും ഇങ്ങനെ ഇല്ല, ഇങ്ങനെ പൗരത്വം നൽകുന്ന ഏർപ്പാടില്ല എന്നുള്ളതാണ്. ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുകയല്ല. എനിക്ക് തോന്നുന്നു എന്റെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശ്രീ കുമ്മനം രാജശേഖരൻ വളരെ കാലം മുമ്പ് കുമ്മനം ചേട്ടൻ ഇതേ ഡയലോഗ് പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യയിലെ ഒരാളുടെ പോലും നമ്മുടെ സിറ്റിസൺഷിപ്പ് റദ്ദാക്കാൻ പോകുന്നില്ല. ഇതാണ് അതിന്റെ വസ്തുത. അതായത് പക്ഷേ NRC CAA വേറെ ഇക്വേഷൻ തന്നെയാണ്, അത് മറ്റൊരു ഡിബേറ്റ് ആണ്. പക്ഷേ NRC ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ NRCയെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു കൂടുതലും വന്നിരുന്നത്. കാരണം ാണ് CAA എന്നുള്ളത്. അത് മാത്രമല്ല അസാമിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു 2015-19 എന്നുള്ളത്. പക്ഷെ അതൊരു പരീക്ഷണശാല മാത്രമായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. അതെ, ആസാമിന്റെ സ്ഥിതി ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ വേറെ തന്നെ ചർച്ച ചെയ്യണം. പക്ഷേ NRCയും CAAയും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു ആശങ്കയും ഇക്വേഷനും ഉണ്ട്. അത് ഏറ്റവും നന്നായി ഫ്ലാഗ് ചെയ്തത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചത് ശ്രീ പ്രശാന്ത് കിഷോർ അടക്കമുള്ള പ്രകടമായ കക്ഷി രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരാണ്. അത് മറ്റൊരു വിഷയം. നമ്മുടെ വിഷയം എന്തായാലും അല്ലല്ലോ. നരേന്ദ്രമോദിജി ഡിസംബർ 19 പറഞ്ഞതോടുകൂടി തൽക്കാലം അത് ബാക്ക് ബർണറിലേക്ക് പോയി. അത് മറ്റൊരു വിഷയമാണ്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ CAA എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആരെയും ബാധിക്കാത്തൊരു നിയമമാണ്. വിദേശത്ത് നിന്ന് പെർസിക്യൂഷൻ അനുഭവിക്കുന്നവർക്ക് ബാധിക്കുന്ന നിയമമാണ്. ഇന്ത്യയിലെ ഒരു മുസ്ലിമിന്റെ സിറ്റിസൺഷിപ്പ് റദ്ദാക്കപ്പെടാൻ പോകുന്നില്ല. ഇന്ത്യയിൽ ഉള്ളിൽ താമസിക്കുന്ന ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. ഈ വരുന്ന 30,000 50,000 അതുപോലും വരാൻ പോകുന്നില്ല. പരമാവധി ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും എന്നുള്ളതാണ് ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങളായ ക്വിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു വൈകാരികത ഉണ്ടാകുന്നത് ഇരുപക്ഷത്തിനും ഗുണമല്ല. നല്ലൊരു മാസമാണ് നമുക്കുള്ളത്. പരസ്പരം ശ്രീ രാഹുൽ 30,000 ഒരു കണക്കാണ് പറഞ്ഞത്. എന്തായാലും വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അറിയാം എത്ര പേർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പൗരത്വത്തിന് വേണ്ടിയെന്ന്. കേരളത്തിൽ ആരും ഉണ്ടാവുകയില്ല എന്ന് പോലുമാണല്ലോ പൊതുവായ ഒരു ധാരണ. അങ്ങനെയാണല്ലോ വന്നത്. കേരളം നടപ്പിലാക്കില്ല എന്നൊക്കെ പറയുന്നത് അത് വെറും സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ്, ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി പറയുന്നതാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്തിനായിട്ട് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് ഒരു ബന്ധവും ഇക്കാര്യത്തിലില്ല. അത് വെബ്സൈറ്റ് വഴി നടപ്പാകുന്ന കാര്യമാണ്. ശ്രീ